വയനാട്ടിലെ ദുരന്തത്തിൽ പൂർണ്ണസമയം തെരച്ചിലാണ് ഇന്ത്യൻ സൈന്യം. ആ സമയത്ത് ഉള്ളുരുകി തെരച്ചിൽ നടത്തുന്ന ഒരു സൈനികനുണ്ട്. ഈ പ്രദേശവാസിയാണ് ജിത്തു. മദ്രാസ് എഞ്ചിനീയർ റെജിമെൻറ്റിലെ സൈനികനായിട്ടുള്ള ജിത്തുവിൻ്റെ അമ്മാവൻ, മുത്തശ്ശി, അമ്മായി, അതുപോലെ തന്നെ അമ്മായിയുടെ മകൻ അടക്കമുള്ള ആൾക്കാരെ കാണാതായിട്ടുണ്ട്. സ്വന്തം നാടാണ്, പഠിച്ച സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ദുരിതാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്? ഇപ്പോഴും ഓർക്കാനും വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയൊരു വലിയൊരു ദുരന്തം നമ്മുടെ ഭൂമിയിൽ വന്നതല്ല. പറഞ്ഞപാട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടു. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആർമിയിലുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വന്തം നാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ മുത്തശ്ശിക്കും അമ്മാവനൊക്കെ സംഭവിച്ചത്, അവരെ വീട് ഈ ഇപ്പോൾ നിൽക്കുന്ന സ്കൂളിൻ്റെ കുറച്ച് തൊട്ട് മേലെയാണ് അവരുടെ വീടുള്ളത്. അതായത് സ്കൂൾ റോഡ് എന്ന് പറയും ഇവിടെ. അപ്പോൾ അവർ അമ്മമ്മ അന്ന് എൻ്റെ അമ്മ കുറേ വട്ടം വിളിച്ചു, വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, എന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് വിളക്കൊക്കെ എത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മഴ കൂടുതലായി കൊണ്ടാലും മാമൻ്റെ വീട്ടിലേക്ക് പോയി നിന്നു. ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഒരു വീട്ടിലായിരുന്നു, 4 പേരും ഒരു വീട്ടിലായിരുന്നു. ആരെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ? ഇപ്പോൾ എൻ്റെ മാമനെ കണ്ടെത്താൻ പറ്റി, അന്ന് തന്നെ കിട്ടി, ബോഡി കിട്ടി, മനസ്സിലായി. അമ്മേനെ കിട്ടിയില്ല. കിട്ടിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വേറെ ആളുടെ ബോഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് DNA ടെസ്റ്റിന് വേണ്ടി കൊടുക്കണം. പിന്നെ അമ്മായിയുടെയും പിന്നെ മോൻ്റെയും ബോഡി ഇതുവരെ കിട്ടിയില്ല, അതും തെരച്ചിലാണ്. അതായത് ജിത്തു ഈ സ്കൂളിലെ വെള്ളാർമല സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ആ പഠിച്ച ക്ലാസ് മുന്നിലാണ് നമ്മളുള്ളത്. പഠിച്ച സ്കൂളിൽ വളരെ അഭിമാനത്തോടു കൂടി ഈ വേഷമിട്ട് ഇവിടെ അവർക്ക് മുന്നിൽ വരണമെന്നായിരുന്നു ജിത്തിൻ്റെ ഒരു ആഗ്രഹം, അല്ലേ? അന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇവിടെ എല്ലാ ഈ യുവജനോത്സവത്തിൻ്റെ കാര്യത്തിനൊക്കെ പിന്നെ ആഗസ്റ്റ് 15-നൊക്കെ എന്നെ ഇവിടെ പതാക ഉയർത്തുന്നൊക്കെ വേണ്ടി എന്നെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊരു അഭിമാനമാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ആഗസ്റ്റ് 15-ന് പതാക ഉയർത്തുക എന്നുള്ള എനിക്കൊരു വലിയൊരു ഭാഗ്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വേഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഡെയിലി കണ്ട് എൻ്റെ കൂടെ പഠിച്ചവരും എന്നെ അറിയുന്നവരും എനിക്ക് അറിയുന്നവരെയും വേണ്ടാത്തതായിട്ട് ആരുമില്ല. ജിത്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇവിടുത്തെ പ്രധാന അധ്യാപകൻ ഉണ്ണിമാഷിനും ഭയങ്കര ഒരു കാര്യം, പണ്ട് കാലത്ത് ചെണ്ട പഠിച്ചതും അതിനുശേഷം ഡ്രംസ് പഠിച്ചതൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ജിത്തു അസാധാരണമായിട്ട് ചെണ്ട വായിക്കുമായിരുന്നു. അപ്പോൾ ആ കൈയുടെ ആ വേഗതയും ആ ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഡ്രംസ് പഠിക്കാൻ പോയി. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ സൈനികർ എന്ന് വെച്ചാൽ നമ്മളെ ജീവൻ പോലെയാണ്. ആ ഒരു സൈനികനായിട്ടുള്ളൊരു വ്യക്തി ഈ നാട്ടിൽ ഒരു ദുരന്ത സമയത്താണ് വരാമെന്നുള്ളൊരു വിഷമമുണ്ടോ? അതാണ്, ആ ഒരു നിയോഗമാണ് അദ്ദേഹത്തിന് എത്തിയത്. എൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയ ശിഷ്യനാണ്. എന്തായാലും നമ്മളെ നാടിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ ഇപ്പോഴും നമുക്ക് പറ്റില്ല. എന്തായാലും നമ്മുടെ നാട് നമ്മൾ വീണ്ടെടുക്കും. അതിനുവേണ്ടി നമ്മളെ നാടും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് നമ്മളെന്തായാലും വീണ്ടെടുക്കും. ഇങ്ങനെയുള്ള സൈനികരാണ്, ഇങ്ങനെയുള്ള ഒരു രാജ്യം കാക്കുന്ന മനുഷ്യരാണ് നമ്മളെയൊക്കെ ഇവിടെ ജീവിക്കാൻ, നമ്മുടെയൊക്കെ ജീവൻ സംരക്ഷിക്കുന്നത്. ആ മനുഷ്യർക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ക്യാമറമാൻ ജോബിൻ തെക്കടിക്കൊപ്പം കണ്ണൻ നായർ.